മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പല സൗകര്യങ്ങളുമുണ്ട്, പല ആനുകൂല്യങ്ങളുമുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് കോടതിയുണ്ട്, സ്വന്തം പോസ്റ്റ് ഓഫീസുണ്ട്, സ്വന്തം പോലീസ് സ്റ്റേഷനുണ്ട്, സ്വന്തം തഹസിൽദാരുണ്ട്, സ്വന്തം വില്ലേജ് ഓഫീസറുണ്ട്, സ്വന്തം കളക്ടറുണ്ട്, സ്വന്തം പോലീസ് കമ്മീഷണറുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, സഖാവ് ജോസഫൈൻ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞാണ്. അങ്ങനെ സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസും സ്വന്തമായിട്ട് പോലീസ് സ്റ്റേഷനും സ്വന്തമായിട്ട് വില്ലേജ് ഓഫീസറും സ്വന്തമായിട്ട് തഹസിൽദാരുമുള്ള പാർട്ടിക്ക് സ്വന്തമായിട്ടൊരു സ്കോട്ട്ലൻഡ് യാർഡ് കൂടി ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്, അനിവാര്യമാണ്. സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് നിങ്ങൾ പലരും കേട്ട് കാണും. ഈ ഇംഗ്ലണ്ടിൽ തെളിയാത്ത കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന അതിപ്രഗത്ഭന്മാരായ കുറ്റാന്വേഷകരെ കണ്ടെത്തുന്ന, അവരെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്കോട്ട്ലൻഡ് യാർഡ്. പണ്ട് കേരള പോലീസിൽ നിന്നൊക്കെ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരെ അവിടെ വിട്ട് പരിശീലനം നൽകുന്ന പരിപാടി ഉണ്ടായിരുന്നു. ജയറാം പഠിക്കലും മറ്റുമൊക്കെ സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി പഠിച്ചതാണ് എന്നാണ് വെപ്പ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടുന്ന് ആരെ സ്കോട്ട്ലൻഡ് യാർഡിലേക്ക് വിടുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ്റിന് ഇംഗ്ലീഷ് ഗവൺമെൻറ്റുമായിട്ടുള്ള താല്പര്യം നഷ്ടപ്പെട്ടാണ് കേരളം ഇപ്പോൾ മാർക്സിസ്റ്റ് ഭരണത്തിലായതുകൊണ്ട് ഇവിടുന്ന് ആരും സ്കോട്ട്ലൻഡ് യാർഡിൽ പോകണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചണമെന്നറിയില്ല. ഏതായാലും സ്കോട്ട്ലൻഡ് യാർഡ് ഇല്ലാത്തതിൻ്റെ ഒരു പരാധീനത അല്ലെങ്കിൽ ഒരു പോരായ്മ നികത്താനായിട്ട് സഖാവ് അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സഖാവ് അൻവർ എന്ന് പറയുന്നതായിട്ട് നിങ്ങളാരും നെറ്റി വിളിക്കേണ്ടതില്ല. അദ്ദേഹമാണ് പാർട്ടിയുടെ മുതലാളി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ്. LDF കൺവീനർ രാമകൃഷ്ണൻ സഖാവാണ്. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് പറയുന്നത്. പക്ഷേ പാർട്ടിയിലെ കാര്യങ്ങളും ഭരണത്തിലെ കാര്യങ്ങളും പോലീസിലെ കാര്യങ്ങളുമൊക്കെ നിയന്ത്രിക്കുന്നത്, അവരെയൊക്കെ ഗുണദോഷിക്കുന്നത്, നേർവഴി നടത്തുന്നത് സഖാവ് അൻവറാണ്. അൻവറിന് പാർട്ടിയിൽ മെമ്പർഷിപ്പില്ല, പക്ഷേ പാർട്ടിയുടെ അപ്രഖ്യാപിത മുതലാളി അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ ജോലി കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പോലീസിനെ കുറിച്ചോ അഡീഷണൽ DGP അജിത് കുമാറിനെ കുറിച്ചോ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് ശശിയെക്കുറിച്ചോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അൻവറിനെ അറിയിച്ചാൽ മതി. അദ്ദേഹം അതിനുവേണ്ടി പുതിയൊരു ആപ്പ് വരെ തുടങ്ങിയിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ജോലി തന്നെ ആളുകൾക്ക് ആപ്പടിക്കലാണ്. ഇനി വേറൊരു ആപ്പിൻ്റെ കൂടി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പൊതുജന ഉപകാരാർത്ഥം അങ്ങനെ ഒരു ആപ്പ് തുടങ്ങിയിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഈ ആപ്പ് വന്നുകൊണ്ടൊരു വലിയ ഗുണം കിട്ടിയ ഒരാൾ നമ്മുടെ പ്രിയങ്കരനായ ഷിബു സ്വാമി എന്ന് RSSകാർ പരിഹസിക്കുന്ന സ്വാമി സന്ദീപ് ചൈതന്യാണ്. സന്ദീപ് ചൈതന്യ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ പേര്. ഇപ്പോൾ ആ പേര് മാറ്റി സന്ദീപാനന്ദ ഗിരി എന്നാക്കിയിരിക്കുകയാണ്. സംഗതി എല്ലാം ഒന്ന് തന്നെ. സന്ദീപാനന്ദ ഗിരി ആയാലും സന്ദേശ് ചൈതന്യാണെങ്കിലും ഇനി വേറെ എന്ത് പിണ്ണാക്കാണെങ്കിലും ആളെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ആൾ തന്നെ. പുള്ളി വലിയ ഒരു ദാർശനികനാണ്, ചിന്തകനാണ്. ഭാരതീയ തത്വശാസ്ത്രത്തിൽ, ദർശനത്തിൽ, അതുപോലെ ഉപനിഷത്തുകളിൽ, കാവ്യ നാടകങ്ങളിലൊക്കെ അപാര പാണ്ഡിത്യം നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ കയ്യിലിരിപ്പിനെ കുറിച്ച് ആളുകളുടെ ഇടയിൽ പൊതുവേ ഒരു സംശയമുണ്ട്. അതൊഴിച്ചാൽ ആൾ ഡീസൻ്റാണ്. അങ്ങനെ ഇരിക്കവേ ഈ ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്ന ചില കശ്മലന്മാർ ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്ന കാറ് കത്തിച്ചു. ആശ്രമം കത്തിക്കുക, പുള്ളിയെ തന്നെ കത്തിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ അജണ്ട എന്നാണ് പുള്ളി ആരോപിക്കുന്നത്. വിവരം അറിഞ്ഞ് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അപ്പം തന്നെ അവിടെ പാഞ്ഞെത്തി. 4 വാർഡിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെത്തി. ഈ വാനര സൈന്യത്തെ സുഗ്രീവൻ സീതയെ അന്വേഷിക്കാൻ വിട്ട പോലെ നാനാഭാഗത്തേക്കും പോലീസുകാർ പാഞ്ഞുപോയി ഇവരെ പിടിക്കാൻ വേണ്ടി. എത്ര അന്വേഷിച്ചിട്ടും പിടികിട്ടിയില്ല. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന പാറപ്പുറത്തിൻ്റെ നോവൽ വരെ എത്ര അന്വേഷിച്ചിട്ടും ഒരൊറ്റ പ്രതിയെ പോലും പിടിക്കാൻ പറ്റിയില്ല. അത് കേരള പോലീസിന് തന്നെ വലിയൊരു ചീത്തപ്പേരായിട്ട് അവശേഷിച്ചു. ഈ BJPക്കാരും RSSകാരും ഒക്കെ TV-ലും ഒക്കെ വന്ന് അല്ലെങ്കിൽ മൈക്ക് വെച്ച് പ്രസംഗിച്ചിടത്തൊക്കെ എവിടെ ഷിബു സ്വാമിയുടെ ആശ്രമം കത്തിച്ച പ്രതിയെ ഇതുവരെ പിടിച്ചില്ലല്ലോ വിജയ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലെത്തി. വിജയൻ സഖാവിന് തന്നെ അത് ക്ഷീണമായി. അവസാനം പോലീസുകാർ പ്രതിയെ കണ്ടെത്തിയില്ല എന്ന് പറയാവുന്നൊരു അവസ്ഥയിലെത്തി. അതായത് മരിച്ചുപോയ ഒരു RSSകാരനാണ്, അഥവാ വിഷം കഴിച്ച് മരിച്ച ഒരു RSSകാരനാണ് ഈ കാറ് കത്തിച്ചത് എന്ന് മൂന്നാമതൊരു RSSകാരൻ നാലാമതൊരു RSSകാരോട് പറഞ്ഞത് കേട്ടതായിട്ടൊരു സാക്ഷിയെ കൂട്ടും. അങ്ങനെ അവർ കേസ് ക്ലോസ് ചെയ്തു. പക്ഷേ ഷിബുസ്വാമി ഇത് വിശ്വസിച്ചിട്ടില്ല. പുള്ളി പറയുന്നത് ഈ കാറ് കത്തിച്ച ആൾ ഇപ്പോഴും എവിടെയോ ഉണ്ട്, അയാളിപ്പോഴും സ്വാമിയെ പിന്തുടരുന്നുണ്ട്, സ്വാമിക്ക് മരണഭീഷണിയും ഉണ്ട്, വധഭീഷണിയും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെയാണ്. അതെന്തായാലും ഭീഷണി ഉണ്ടോയെന്ന് നമുക്കറിയില്ല, ഉണ്ടാവുമായിരിക്കും. സ്വാമി വളരെ ഖിന്നനാണ്. അദ്ദേഹം ഈ കേസ് തെളിയാത്തതിൽ
ദുഃഖിച്ചിരിക്കുന്നു. RSSകാരല്ല, സ്വാമിയാണ് കത്തിച്ചതെന്നതിനിടയ്ക്ക് വേറെ ചില ആൾക്കാർ അടിച്ചുവിടുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ സ്വാമി കാർ കത്തിച്ചാനന്ദ എന്നാക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗത്ത് കാറ് കത്തിയുള്ള സാമ്പത്തിക നഷ്ടം, മറുഭാഗത്ത് ഈ കാറ് കത്തിയാനന്ദ എന്ന് വട്ടപ്പേര് കിട്ടിയുള്ള മാനഹാനി, ഇത് രണ്ടും കൂടിയായിട്ട് പുള്ളി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അൻവർ മുതലാളി സ്കോട്ട്ലൻഡ് യാർഡ് തുടങ്ങിയവർ അറിഞ്ഞത്. ആ സ്കോട്ട്ലൻഡ് യാർഡിൻ്റെ ഒന്നാമത്തെ കണ്ടുപിടുത്തം സ്വാമിയുടെ കാറ് കത്തിച്ചത് RSSകാർ തന്നെയാണ്. ആ വിവരം അൻവറിന് കിട്ടി. അതുമാത്രമല്ല, ഈ RSSകാരെ സഹായിക്കുന്നത്, സംരക്ഷിക്കുന്നത് കേരള പോലീസിലെ ചില ഉന്നതന്മാരാണ്. ആ ഉന്നതന്മാരെ കാത്തു സൂക്ഷിക്കുന്നത് അജിത് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ മുതലാളി സഖാവ് P ശശിയാണ്. എങ്ങനെയുണ്ട് കണ്ടുപിടുത്തം? എന്തൊരു ബുദ്ധി, എന്തൊരു ഐസ് ഫ്രൂട്ട് പോലത്തെ മനസ്സ് എന്നൊരു സിനിമയിൽ മാമുക്കോയെ പറയുന്നുണ്ട്. അതുപോലെ എന്തൊരു ബുദ്ധി. ഈ അൻവറിനെ പോലെ ഒരാൾ നേരത്തെ തന്നെ പോലീസിലോ അല്ലെങ്കിൽ റോയിലൊക്കെ ചേർന്നിരുന്നെങ്കിൽ രാജ്യത്തിന് തന്നെ അത് വലിയ മുതൽക്കൂട്ടാവുമായിരുന്നു. ഇതുവരെ ആർക്കും പിടികിട്ടാത്ത ഈ രഹസ്യം ഈ വൈകിയ വേളയിൽ അൻവറിനെ അവിടെ നിന്ന് കിട്ടിയത് വയ്ക്കരുത്. ആ പുള്ളിക്ക് ബോധോദയം ഉണ്ടായതാണ്. പുള്ളി നെല്ലിയുടെ ചുവട്ടിലിരിക്കുമ്പോഴും ഭഗവാൻ ശ്രീബുദ്ധനുണ്ടായ പോലെ ബോധോദയം ഉണ്ടായി. ആ നെല്ലിയുടെ ഇല വന്ന് തലയിൽ വീണപ്പോൾ തല തണുത്തു. പെട്ടെന്ന് പുള്ളിക്ക് കാര്യം മനസ്സിലായി, ഇത് കത്തിച്ചത് RSSകാരാണ്. അത് സ്വാമി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പിണറായി വിജയനും പറഞ്ഞിരുന്നു. പക്ഷേ ഈ RSSകാരെ ആര് രക്ഷിച്ചു എന്ന പോയിൻ്റ് ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു. വിജയൻ സഖാവിന് പോലും അറിയില്ലായിരുന്നു. അത് MR അജിത് കുമാറിൻ്റെ മേലുദ്യോഗസ്ഥനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് ശശിയും ചേർന്നിട്ടാണ് ഈ നീചന്മാരെ, ഈ മ്ലേച്ഛന്മാരെ സംരക്ഷിച്ചത്. ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സാധാ പോലീസിനെ ഉപയോഗിച്ച് ഈ കേസ് അട്ടിമറിച്ചത് എന്ന പരമരഹസ്യം ഇപ്പോൾ അൻവർ സഖാവ് പുറത്തു വിട്ടിരിക്കുകയാണ്. ഇത് കേട്ട വഴിക്ക് നമ്മുടെ സ്വാമിക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായ രോമാഞ്ചം ഉണ്ടായി. രോമാഞ്ചം കഞ്ചുകിതനായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാവില ഭഗവതി അൻവർ സാറ് ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ, എൻ്റെന്ന് പുള്ളി പറയില്ല, നമ്മുടെ എന്ന് പറയുള്ളൂ. നമ്മുടെ പൂജക്ക് ബഹുവചനാണ്. അദ്ദേഹത്തെക്കുറിച്ച് വേറെ ആർക്കും മതിപ്പില്ലെങ്കിലും പുള്ളിക്ക് വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് വളരെ സംപ്രീതനായി നമ്മുടെ കാർ കത്തിച്ച മ്ലേച്ഛന്മാരെ തിരിച്ചറിഞ്ഞുവല്ലോ എന്ന് ഒരു TV പറഞ്ഞിട്ടു. ഏതായാലും നമ്മുടെ കാർ കത്തിച്ച നീചന്മാരെ വേറെ ആര് കണ്ടുപിടിച്ചില്ലെങ്കിലും അൻവർ കണ്ടുപിടിച്ചു. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും TV ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൽ സംപ്രീതനായിരിക്കും. വത്സേ, എന്താണ് വേണ്ടത്? അൻവറിന് കരമൊഴിവായിട്ട് ഭൂമി പതിച്ചു കൊടുക്കട്ടെ എന്ന് അദ്ദേഹം കൽപ്പിച്ചിരിക്കുകയാണ്. അൻവറിനിപ്പോൾ ഭൂമിയുടെ ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും സ്വാമിയുടെ ഈ ഒരു അനുഗ്രഹത്താൽ അൻവർ സാറ് അല്ലെ അൻവർ സഖാവ് വളരെ സന്തുഷ്ടനായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം മരിച്ച് പരലോകത്തിൽ ചെല്ലുമ്പോൾ അവിടെയും ഇതുപോലെ വിഷ്ണുപദം പ്രാപിക്കാൻ അല്ലെങ്കിൽ സായുജ്യം കിട്ടാനുള്ള ഏർപ്പാട് ഈ സ്വാമി ഇവിടെ നിന്ന് ചെയ്തു തരും. ഇതാണ് നമ്മുടെ കാരണവന്മാർ പണ്ട് പറഞ്ഞിട്ടുള്ളത്, എന എനത്തിൽ ചേരും, ഏരണ്ട വെള്ളത്തിൽ ചേരും എന്ന്. സംഗതി പഴഞ്ചൊല്ലാണെങ്കിൽ പോലും അതിൽ യാതൊരു പതിരുമില്ല എന്നുള്ളത് ഈ അൻവറിൻ്റെയും അതുപോലെ സ്വാമി കാർ കത്തിച്ച ആനന്ദയുടെയും ദൃഷ്ടാന്തത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.